കുഴിക്കുന്നതിനിടയിൽ ഈ അടിമ തിളങ്ങുന്ന ഒരു വജ്രം കണ്ടെത്തി. അയാൾ ഉടൻ തന്നെ അതെടുത്ത് പട്ടാളക്കാരന് നൽകി. അയാൾ തന്നെ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ സന്തോഷിച്ച പട്ടാളക്കാരൻ അവനോട് ചോദിച്ചു, നിനക്കെന്താണ് പകരം വേണ്ടത്? അയാളെ സ്വതന്ത്രനാക്കണമെന്ന് അടിമ പറഞ്ഞു. പട്ടാളക്കാരൻ അയാളുടെ വാക്കുകൾ കേട്ട് അവനെ കിടങ്ങിനടുത്തേക്ക് കൊണ്ടുപോയി. അയാളെ താഴേക്ക് ക്രൂരമായി തള്ളിയിട്ടു. കുട്ടി അച്ഛൻ വീഴുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാ അടിമകളെയും ഞാൻ മോചിപ്പിക്കുമെന്ന് അവൻ തീരുമാനിച്ചു. അയാൾ ഓടിച്ചെന്ന് പട്ടാളക്കാരനിൽ നിന്ന് വജ്രം തട്ടിയെടുത്ത് മലയിലെത്തി. അവിടെ നിന്ന് അയാൾ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നം കാണിച്ചു. എല്ലാവരും തന്നോടൊപ്പമുണ്ടെന്ന് കണ്ട് അവൻ സന്തോഷിച്ചു. അവന്റെ പ്രവൃത്തി കണ്ട് രാജാവ് അവനെ കൊല്ലാൻ ഉത്തരവിട്ടു. അവനെ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെയും സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നം എടുത്തു കാണിക്കാൻ തുടങ്ങി. എല്ലാ അടിമകളും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറയാൻ തുടങ്ങി. തുടർന്ന് രാജാവിന്റെ കൽപ്പന പ്രകാരം അവനെ കൊല്ലാൻ ഉത്തരവിട്ടു. പെട്ടെന്ന് ആ കുട്ടി അപ്രത്യക്ഷനായി ഒരു ഗുഹയിലേക്ക് എത്തിച്ചേർന്നു. തന്റെ മുന്നിൽ ഇത്രയും വലിയ ഒരു വജ്രം കണ്ടപ്പോൾ ആ കുട്ടി അത്ഭുതപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ലോകത്തിന് സമാധാനം കൊണ്ടുവരുമെന്നതിനാലാണ് ഞങ്ങൾ നിന്നെ രക്ഷിച്ചതെന്ന്. ആ കുട്ടി ഭയന്നെഴുന്നേറ്റു. അപ്പോൾ ധാരാളം മന്ത്രവാദികൾ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ഒരുമിച്ച് അവന് അവരുടെ ശക്തികൾ നൽകി. ആ കുട്ടി വളരെ ശക്തനായ മനുഷ്യനായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാജാവിന്റെ കൊട്ടാരം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു.